ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. ശ്രീമദ് നാരായണീയത്തിലെ 1-ാമത്തെ ദശകം തൊട്ടിട്ട് 4-ാമത്തെ ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം വരെ എല്ലാ ശ്ലോകങ്ങളും നമ്മൾ അർത്ഥസഹിതം മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ വീഡിയോസ് ഞാൻ പ്ലേ ലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണൂ കേട്ടോ. ഇന്ന് നാരായണീയത്തിലെ 4-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം ചൊല്ലിയിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കാം. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മള് ജീവൻ മുക്തന്മാരായ ആളുകളെ കുറിച്ചാണ് മനസ്സിലാക്കിയത്. അവർക്ക് ദേഹവും ജീവനും ഒക്കെ ഉണ്ടാകും. അവരെങ്ങനെയാണ്? പക്ഷെ മുക്തന്മാരായിരിക്കും, ജീവൻ മുക്തന്മാരാണ് അവര്. അതിന് നമ്മള് ശുഗബ്രഹ്മർഷിയെ പോലെയും നാരദ മഹർഷിയെ പോലെയും ഒക്കെയുള്ള ആ മുക്തി നേടിയ ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ ശ്ലോകത്തില് ദേഹമില്ലാതെ ദേഹം ത്യജിച്ച് മുക്തി നേടിയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ജീവൻ മുക്തന്മാരായിട്ട് തന്നെ ജീവിക്കാൻ പറ്റും. വേണമെങ്കിൽ അവർക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ജീവിക്കാം. അല്ലാതെ അവർക്ക് ദേഹത്തെ ത്യജിച്ചുകൊണ്ട് മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് എങ്ങനെയാണ് അതൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ശ്ലോകം ഒന്ന് ചൊല്ലിയിട്ട് അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ത്വത്സമാധി വിജയേതു യഃ പുനർമംക്ഷുമോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാശ്രയൈ ഉന്നയത്യജ സുഷുമ്നയാശനേ. നമുക്ക് അർത്ഥം നോക്കാം. ത്വത്സമാധി എന്ന് പറഞ്ഞത് അങ്ങയിലുള്ള ആ സമാധി. വിജയേ, വിജയം കൈവരിച്ചവര്. ആ നിർവികൽപ്പ സമാധിയില് എത്തിയിട്ട് ഒരു വീഴ്ചയും സംഭവിക്കാതെ അതിൽ തന്നെ നിലനിർത്തുന്നതിൽ വിജയിച്ചാൽ എന്നാണ് അവിടെ അർത്ഥം പറയുന്നത് കേട്ടോ. തൂ എന്ന് പറഞ്ഞാൽ ആകട്ടെ, യപുന ആർക്കാണോ, ഏതാൾക്കാരാണോ ആ നിർവികൽപ്പ സമാധിയിലെത്തി അവിടെ നിലനിന്ന് വിജയിക്കാൻ ആർക്കാണോ കഴിയുന്നത്, പുന ഏതൊരാൾക്കാണോ അങ്ങനെ വിജയത്തിലെത്തി അവിടെ നിലനിൽക്കാൻ കഴിയുന്നത്, അവര് എന്താണ് പറയുന്നത്? മങ്ക്ഷു പറഞ്ഞ പെട്ടെന്ന്, മോക്ഷരസിക പറഞ്ഞ ആ മോക്ഷത്തെ ഇച്ഛിക്കുന്നവര്, ആഗ്രഹിക്കുന്നവര്, ക്രമേണവ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ അവര് എന്താ പറയാ, വേഗത്തില് പെട്ടെന്ന് തന്നെ മോക്ഷം ഇച്ഛിക്കുന്നവർ, ആഗ്രഹിക്കുന്നവരായാലും ക്രമേണ മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരായാലും, പെട്ടെന്ന് മോക്ഷത്തെ ആഗ്രഹിക്കുന്നവരെ ഇച്ഛിക്കുന്നവരെ എന്താ പറയുന്നത്? സദ്യോന്മുക്തി. അതുപോലെ തന്നെ ക്രമേണ പതുക്കെ മോക്ഷത്തെ ഇതാക്കുന്നത് ക്രമമുക്തി. അങ്ങനെ 2 തരത്തിലുള്ള മുക്തിയാണ്. അവർക്ക് വേണമെങ്കിൽ ജീവൻ മുക്തരായി തന്നെ തുടരണമെങ്കിൽ തുടരാം, ഇഷ്ടമാണെങ്കിൽ. അല്ലെങ്കിൽ അവർക്ക് മുക്തി നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവര് എന്ത് ചെയ്യാൻ പറ്റും? ഈ പെട്ടെന്നുള്ള മോക്ഷത്തിലൂടെയോ അല്ലെങ്കിൽ ക്രമേണയുള്ള മോക്ഷത്തിലൂടെയോ എന്താ ചെയ്യുന്നത്? എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് പറയണം. യോഗവശ്യമനിലം ഷഡാശ്രയൈ ഉന്നയത്യജ. യോഗവശ്യമനിലം, യോഗവശ്യം പ്ലസ് അനിലം. യോഗവശ്യം എന്ന് പറഞ്ഞാൽ ആ യോഗാഭ്യാസങ്ങളിലൂടെ വശഗതമായിട്ടുള്ള അനിലം എന്ന് പറഞ്ഞാൽ പ്രാണവായുവിനെ, യോഗാഭ്യാസങ്ങളിലൂടെ വശത്താക്കിയിട്ടുള്ള ആ പ്രാണവായുവിനെ ഷഡാശ്രയേ, ഷഡ് പ്ലസ് ആശ്രയേ. ഷഡ് എന്ന് പറഞ്ഞാൽ 6, ആശ്രയേ പറഞ്ഞാൽ ആ സ്ഥാനത്തിൽ കൂടെ. അപ്പൊ ആ ഷഡ് 6 എന്ന് പറയുന്നത് ഏതാണ്? മൂലാധാരം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ബ്രഹ്മരന്ധ്രം. അതിൽ അങ്ങനെയുള്ള 6 സ്ഥാനങ്ങളിലൂടെ, 6 ചക്രങ്ങളിലൂടെ ഉന്നതി
ഉന്നയതി പ്ലസ് അജ. ഉന്നയതി പറഞ്ഞ മുകളിലേക്ക്, അജ അജ എന്ന് പറഞ്ഞ ഭഗവാനെ ഇങ്ങനെ വിളിക്കുകയാണ്. ജനനവും മരണവും ഒന്നുമില്ലാത്തവനെ, അല്ലെ? പിന്നെ ഭഗവാനൊക്കെ അവതരിക്കുകയാണ് ചെയ്യുക, അല്ലെ? ജനനവും മരണമൊന്നും ഇല്ല ഭഗവാന്, നിത്യനാണ്, എന്നും നിലനിൽക്കുന്നതാണ് ഭഗവാൻ. അതുകൊണ്ട് അജ എന്ന് വിളിക്കുന്നത്. ആ 6 സ്ഥാനങ്ങളിലൂടെ മുകളിലേക്ക് സുഷുമ്നയാ ശനൈഹി. സുഷുമ്നയ എന്ന് പറഞ്ഞ എന്താണ്? ആ സുഷുമ്നയിൽ കൂടെ ശനൈഹി പതുക്കെ പതുക്കെ മുകളിലേക്ക് ഉന്നയതി പോകുന്നു. ആ എന്താ പറഞ്ഞ വെച്ചാല് ഈ അങ്ങയിലുള്ള ഹേ അജ, അല്ലയോ ഭഗവാനെ, ജന്മമരണങ്ങളില്ലാത്ത അല്ലയോ ഭഗവാനെ, നിത്യനായ ഭഗവാനെ വിളിക്കുകയാണ്. ത്വത്സമാധി വിജയ. ത്വത്സമാധി, അങ്ങയിലുള്ള ആ സമാധിയിൽ വിജയം കൈവരിക്കുന്നതിന് കൈവരിക്കുന്നയാള് തുയപ്പുന, യാ തു പുന. ഏതൊരാളാണോ ആ നിർവികൽപ്പ സമാധിയിൽ എത്തി അതിൽ നിലനിന്നുകൊണ്ട് വിജയിക്കുന്നത് ആരാണോ അവർക്ക് മക്ഷു മോക്ഷരസിക ക്രമേണവ. മക്ഷു പെട്ടെന്നുള്ള ആ മോക്ഷത്തെയോ അല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഉള്ള ക്രമമായിട്ടുള്ള ആ മോക്ഷത്തെയോ കൈവരിക്കുന്നതിന് എന്ത് ചെയ്യണം? യോഗവശ്യമനിലം, ആ യോഗാഭ്യാസങ്ങൾ കൊണ്ട് വശത്താക്കിയിട്ടുള്ള ആ പ്രാണവായുവിനെ 6 സ്ഥാനങ്ങളിൽ കൂടി എന്ത് ചെയ്യുന്നു? 6 സ്ഥാനങ്ങളിലൂടെയുള്ള ആ സുഷുമ്നയിൽ കൂടെ, ആ നട്ടന്റെ നട്ടന്റെ ഉള്ളിൽ കൂടെയുള്ള ഒരു നാഡിയാണിത് സുഷുമ്ന. ആ സുഷുമ്നയിൽ കൂടെ പതുക്കെ പതുക്കെ മുകളിലേക്ക് എത്തിക്കുന്നു എന്ന് പറയാണ്. അപ്പോ ഈ ശ്ലോകത്തില് ജീവൻ മുക്തന്മാരായ ആൾക്കാർക്ക് എങ്ങനെയാണ് ആ ദേഹത്തിൽ നിന്ന് ജീവനെ വെടിഞ്ഞിട്ട് മുക്തി കിട്ടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തില് പറയുന്നത്. അപ്പൊ ഇതാണ് ശ്ലോകത്തിന്റെ അർത്ഥം. ഈ ശ്ലോകം ഒന്നുകൂടി നമുക്ക് വായിക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഏറ്റവും പിന്നെ നമ്മളെ കൊണ്ടൊന്നും ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. ഏറ്റവും സിദ്ധന്മാരായ ആ യോഗാഭ്യാസം കൊണ്ട് അത്രയ്ക്കും വശത്താക്കിയിട്ടുള്ള ആ സിദ്ധന്മാർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ മുക്തിയൊക്കെ നേടാനൊക്കെ സാധിക്കുള്ളൂ. നമ്മള് ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറഞ്ഞപ്പോ അതൊക്കെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോ ഞാൻ ശ്ലോകം ഒന്ന് ചൊല്ലാട്ടോ. ത്വത്സമാധി വിജയേതു യഃ പുനർമംക്ഷുമോക്ഷരസിക ക്രമേണ വാ യോഗവശ്യമനിലം ഷഡാസ്നയേ ഉന്നയത്യജ സുഷുമ്നയാശനീ. അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്ത് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇത് പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.